മഴയായിട്ട് ഇന്നത്തെ വിഭവം ഒരു നാടൻ പോക്കാത്തോരനാണ് കേട്ടോ. പോക്കാന്ന് പറഞ്ഞാല് വാഴയുടെ ചുണ്ട്, വാഴയുടെ കൂമ്പ് എന്നൊക്കെ പറയും. അപ്പൊ പോക്കാത്തോരൻ ഉണ്ടാക്കാൻ വേണ്ടി മമ്മി ആദ്യം അത് കുനുകുന അരിഞ്ഞു. ആ മഴയത്ത് ആ കുനുകുന അരിയുന്ന ശബ്ദമൊക്കെ കേട്ട് നിൽക്കാൻ തന്നെ ഒരു രസാണ്. നല്ല ഗുണം, ഭയങ്കര ഔഷധ ഗുണമുള്ള ഒരു വിഭവം കൂടെയാണ് ഈ പോക്കാത്തോരൻ എന്നാണ് പറയുന്നത്, അഥവാ വാഴക്കൂമ്പ് തോരൻ എന്ന് പറയുന്ന ഈ വിഭവം. അങ്ങനെ മമ്മി കുറെ നേരം കുത്തിയിരുന്ന് അത് കുനുകുനാ അരിഞ്ഞെടുത്തു. മമ്മി ഇങ്ങനെ കുനുകുനാ അരിയുന്ന സമയത്ത് ഞാൻ അതിന് വേണ്ട മറ്റു ചേരുവകളുടെ പുറകെ പോയി. കുറച്ച് നാളികേരവും ഉള്ളിയും പച്ചമുളകും ജീരകവും കറിവേപ്പിലയും കൂടെ മിക്സിയിലിട്ട് ഒന്ന് ഒതുക്കിയെടുക്കുക. അതിനുശേഷം ചട്ടി ചൂടാക്കി, ചട്ടി ചൂടാവുമ്പോൾ നല്ല നാളികേര എണ്ണ ഒഴിക്കുക. പിന്നെ നമ്മുടെ കടുക് പൊട്ടി കഴിയുമ്പോഴത്തേക്ക് നമ്മളുടെ ഒതുക്കി വെച്ചിരിക്കുന്ന നാളികേരക്കൂട്ട് ആ ചൂടായ എണ്ണയിലേക്ക് ഒഴിക്കണം. എന്നിട്ട് നന്നായി ആ പച്ച ചൊവയൊക്കെ, പച്ച മണമൊക്കെ മാറുന്നത് വരെ ചൂടാക്കി എടുക്കുക. ഒരു 5 മിനിറ്റ് അത്ര നേരം നമ്മുടെ ചൂടുള്ള ചട്ടിയിലേക്ക് മൂപ്പിക്കാനിട്ട് കൊടുക്കുക. പിന്നെ പച്ചമുളക് കുറച്ച് കുറവായി എടുത്തത് കൊണ്ട് മമ്മി കുറച്ച് മുളക് പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തു. പിന്നെ നമ്മൾ കുനുകുന അരിഞ്ഞു വെച്ചിരിക്കുന്ന പോക്ക അഥവാ വാഴക്കൂമ്പ് അതിലേക്ക് നന്നായി ഇളക്കി യോജിപ്പിക്കുക. നല്ല ചൂടുള്ള ചട്ടിയിൽ ഒരു 10 മിനിറ്റോളം അത് നമ്മൾ ഇളക്കണം. പിന്നെ കുറച്ച് ചെറുപയർ ഉപ്പിട്ട് വേവിച്ച് വെച്ച ചെറുപയർ ഉണ്ടായിരുന്നു. ആ ചെറുപയറും കൂടെ ഇതിലേക്ക് ഒരു മീൻപൊടി പോലെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ചെറുപയർ ഇല്ലെങ്കിൽ നമുക്ക് ഈ ഒരു തോരൻ ഉണ്ടാക്കി എടുക്കാം. ഇപ്പൊ എന്തായാലും നല്ല രുചികരമായ പോക്കാത്തോരൻ റെഡി ആയിട്ടുണ്ട്. ചെറുപയറും നാളികേരവും പോക്കയും കൂടെ കൂട്ടിക്കുഴച്ച് അടിപൊളി പോക്കാത്തോരൻ. മമ്മി തന്നെ അത് രുചിച്ച് കഴിക്കുകയാണ്. എന്തായാലും പറയാൻ പറ്റില്ല കേട്ടോ, അത്ര അടിപൊളി ടേസ്റ്റ് ആണ്. നമുക്ക് ചോറിന്റെ കൂടെ വേറെ ഒന്നും വേണ്ട ഈ ഒരു പോക്കാത്തോരൻ. കൂടാതെ നല്ല ഔഷധ ഗുണങ്ങളും ഉണ്ട് നമ്മുടെ വയറിനും ദഹനത്തിനും ഒക്കെ. അപ്പൊ ഇത് ട്രൈ ചെയ്യുന്നത്